വനിതാ 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. ഹർമൻപ്രീത് കൗർ നയിക്കുന്ന ടീമിൽ മലയാളി താരങ്ങളായ ആശാ ശോഭനയും സജന സജീവനും ഇടം പിടിച്ചു. ഒക്ടോബർ 20-നാണ് ലോകകപ്പ് ആരംഭിക്കുന്നത്. വിവരങ്ങളുമായി നിഖിൽ ചേരുകയാണ്. നിഖിൽ, വനിതാ 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. ഹർമൻപ്രീത് കൗർ നയിക്കുന്ന ടീമിൽ 2 മലയാളി താരങ്ങളും ഇടം നേടുന്നു. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ഇപ്പോൾ ഇന്ത്യൻ ടീമിനെ, അതായത് 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ വനിതാ ടീമിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലയാളികൾക്ക് അഭിമാനിക്കാം, 2 മലയാളി താരങ്ങൾ ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. സജന സജീവനും ആശാ ശോഭനയുമാണ് ടീമിൽ ഇടം പിടിച്ചിരിക്കുന്നത്. നമ്മളൊക്കെ സമീപകാലത്ത് അവരുടെ പ്രകടനങ്ങൾ, വളരെ മികച്ച രീതിയിലുള്ള പ്രകടനങ്ങൾ നമ്മൾ എടുത്തു പറഞ്ഞതാണ് പല ഇതിലും. എന്തായാലും 2 പേരും ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വനിതാ പ്രീമിയർ ലീഗിൽ WPL അടക്കം മികച്ച പ്രകടനം നടത്തി ഇന്ത്യൻ ടീമിലേക്ക് എത്തിയ 2 താരങ്ങളാണ് സജന സജീവനും ഒപ്പം തന്നെ ആശാ ശോഭനയും. ഇരുവരും മുൻപ് ജനം ടിവിയോട് സംസാരിച്ച സമയത്ത്, അതായത് ഈ ഒരു വനിതാ പ്രീമിയർ ലീഗിന് ശേഷം അവർ ഇന്ത്യൻ ടീമിലേക്ക് അവർക്ക് സ്ഥാനം ലഭിച്ചിരുന്നു, ഇന്ത്യൻ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അന്ന് ജനം ടിവിയെ സംസാരിച്ച സമയത്ത് ഇരുവരും ആശ പങ്കുവച്ചിരുന്ന ഒരു കാര്യം, അവർക്ക് ലോകകപ്പ് ടീമിൽ കളിക്കണം എന്നുള്ള വലിയ സ്വപ്നമാണ് എന്ന് ജനം ടിവിയോട് തന്നെ അവർ പറഞ്ഞിരുന്നു. ഇരുവരും പറഞ്ഞിരുന്നു. ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. എന്തായാലും 2 മലയാളി താരങ്ങൾ വനിതാ 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നത് ശ്രദ്ധേയകരമായ കാര്യമാണ്. ഒക്ടോബർ 3-ാം തീയതി ആരംഭിച്ച 20-ാം തീയതി അവസാനിക്കുന്ന രീതിയിലാണ് ഈ ഒരു വനിതാ 2020 ലോകകപ്പ് ഉള്ളത്. ഇന്ത്യയുടെ ആദ്യ മത്സരം ഒക്ടോബർ 4-ാം തീയതി ന്യൂസിലാൻഡിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം ഉള്ളത്. ഇന്ത്യ ഉൾപ്പെടുന്നത് ഗ്രൂപ്പ് എയിൽ ആണ്. ഓസ്ട്രേലിയ, ഇന്ത്യ, ന്യൂസിലൻഡ്, പാകിസ്ഥാൻ, ശ്രീലങ്ക അടങ്ങുന്ന ഗ്രൂപ്പ് എയിലാണ് ടീം ഇന്ത്യ ഉള്ളത്. എന്തായാലും മറ്റൊരു കാര്യം, ടീമിനെ നയിക്കുന്നത് ഹർമൻപ്രീത് കൗർ തന്നെയാണ് ടീമിനെ നയിക്കുന്നത്. സ്മൃതി മന്ദാന ടീമിന്റെ ഉപനായക സ്ഥാനത്തുണ്ട്. റിച്ച ഘോഷും യസ്തിക ഭാട്ടിയുമാണ് ടീമിന്റെ വിക്കറ്റ് കീപ്പർമാരായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. ഇതിൽ തന്നെ എടുത്തുകൊണ്ട യസ്തിക ഭാട്ടിയുടെ ചെറിയ പരിക്കുണ്ട്. ആ പരിക്കിൽ നിന്ന് മോചിതയാൽ മാത്രമാണ് യസ്തിക ഭാട്ടിയെ ടീമിലേക്ക് ഉൾപ്പെടുത്തുക. എന്തായാലും യസ്തിക ഭാട്ടിയെയും ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു താരങ്ങൾ ആരൊക്കെയെന്ന് പരിശോധിച്ചാൽ ഹർമൻപ്രീത് കൗർ ടീമിനെ മുന്നിൽ നയിക്കും. വൈസ് ക്യാപ്റ്റനായി സ്മൃതി മന്ദാനയുണ്ട്. ഷഫാലി വർമ്മ, ദീപ്തി ശർമ്മ, ജമീമ റോഡ്രിഗസ്, റിച്ച ഘോഷ്, യസ്തിക ഭാട്ടിയ, പൂജ വസ്ത്രേക്കർ, അരുന്ധതി റെഡ്ഡി, രേണുക സിംഗ് താക്കൂർ, ഹേമലത, രാധ യാദവ്, ശ്രേയങ്ക പാട്ടീൽ, ഒപ്പം തീർച്ചയായും വനിതാ 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഹർമൻപ്രീത് കൗർ നയിക്കുന്ന ടീമിൽ മലയാളി താരങ്ങളായ ആശാ ശോഭനയും സജന സജീവനും ഇടം പിടിച്ചു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ കാര്യം. ഈ വാർത്തയ്ക്കൊപ്പം ആശാ ശോഭയും ചേരുകയാണ്. സ്വാഗതം ആശാ ശോഭ. എന്തായാലും ഇന്ത്യൻ 2020 ടീമിൽ ഇടം നേടിയ മലയാളി എന്നുള്ള നിലയിൽ ഞങ്ങൾക്കെല്ലാം അഭിമാനമുണ്ട്. എങ്ങനെ കാണുന്നു ഈ ഒരു അവസരത്തെ ആശാ ശോഭ? വളരെ സന്തോഷമുണ്ട്. ഞാൻ കുറച്ചു മുമ്പാണ് ഇതറിയാൻ കഴിഞ്ഞത് T20 വേൾഡ് കപ്പ് ടീമിലുണ്ടെന്ന്. ദൈവത്തിന് നന്ദി. പിന്നെ അതിലുപരി സന്തോഷം എന്ന് വെച്ചാൽ നമ്മുടെ വേറൊരു മലയാളിയായ സജിനയും കൂടെ ഉള്ളതിൽ വളരെ സന്തോഷമുണ്ട്. വളരെയധികം നന്ദി ആശാ ശോഭന. ഇന്ത്യൻ വനിതാ 2020 ടീമിൽ ആശാ ശോഭനയെ കൂടാതെ സജന സജീവനുമാണ് മലയാളി താരം.